റഷ്യൻ സൈനികരെ വധിക്കാൻ ജർമ്മൻ സൈന്യം സജ്ജമാണെന്ന ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസിന്റെ പ്രസ്താവനകളും അതിനോടുള്ള ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിന്റെ രൂക്ഷമായ പ്രതികരണവും യൂറോപ്പിൽ ഒരു പുതിയ നയതന്ത്ര സംഘർഷത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ജർമ്മനി വീണ്ടും അപകടകരമായ ഒരു പാതയിലാണ് എന്ന പെസ്കോവിന്റെ പരാമർശം ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന പിരിമുറുക്കത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ഈ സംഭവ വികാസങ്ങൾ യൂറോപ്പിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിലും ഭാവി ബന്ധങ്ങളിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. ബോറിസ് പിസ്റ്റോറിയസ് ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ജർമ്മൻ സൈന്യത്തിന്റെ യുദ്ധസന്നദ്ധതയെക്കുറിച്ച് പരാമർശിച്ചത്. ജർമ്മൻ സൈനികരുടെ പോരാടാനുള്ള കഴിവിനെയും ആവശ്യമെങ്കിൽ റഷ്യൻ സേനയ്ക്കെതിരെ മാരകമായ നടപടികൾ സ്വീകരിക്കാനുള്ള അവരുടെ നിശ്ചയദാർഢ്യത്തെയും അദ്ദേഹം പ്രശംസിച്ചു. ജർമ്മനി ആരെയും ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. പക്ഷേ നമ്മൾ ദുർബലരാണെന്നോ സ്വയം പ്രതിരോധിക്കില്ലെന്നോ ആരും കരുതരുത് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ജർമ്മനിയുടെ പ്രതിരോധ ശേഷിയിലുള്ള ആത്മവിശ്വാസം ഉയർത്തിക്കാട്ടുന്നതായിരുന്നു. നാറ്റോ സഖ്യകക്ഷി എന്ന നിലയിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ജർമ്മനി പ്രതിജ്ഞാബദ്ധമാണെന്നും കിഴക്കൻ യൂറോപ്പിലെ സഖ്യകക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ തങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. സൈനിക ചെലവുകൾ വർദ്ധിപ്പിക്കാനും സൈന്യത്തെ ആധുനികവൽക്കരിക്കാനുമുള്ള ജർമ്മനിയുടെ തീരുമാനങ്ങളെ ന്യായീകരിക്കുന്ന തരത്തിലായിരുന്നു ഈ പ്രസ്താവനകൾ.